Yes, so last day we discussed certain standards like എന്തൊക്കെയാണ് recently discuss ചെയ്ത standards ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. Now today we'll just roughly go through the past papers, especially from group. So we know that group എന്തായാലും നമ്മുടെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ഗ്രൂപ്പ് എന്തായാലും ചോദിക്കും എക്സാമിന്. അപ്പോൾ ഗ്രൂപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ്ലി ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ലൈക്ക് ഒരു 13 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 13 ക്വസ്റ്റ്യൻസിലെ മെയിൻ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Okay, so starting off with first question from our kit, which is 2024 September December question ആണുള്ളത്. So അതിന്റെ റിക്വയർമെന്റ് ഓൾവേസ് ഗ്രൂപ്പ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഫോർ 30 മാർക്സ്. അപ്പോൾ 30 മാർക്സിൽ ഒരു മൂന്ന് സ്പ്ലിറ്റ് ഒക്കെ കാണും നമുക്ക് റിക്വയർമെന്റ്സ് നോർമലി. ദാറ്റ് ഈസ് സംതിങ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൂപ്പ് വരാം, ചിലപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ചോദിക്കാം. ഇതിന്റെ കൂടെ ദേ വിൽ ആസ്ക് യു ടു പ്രിപ്പയർ എ പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റ്. ഒരു സ്പ്രെഡ്ഷീറ്റ് അവർ തന്നിട്ടുണ്ടാവും. ആ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ദ അഡ്ജസ്റ്റ്മെന്റ്സ് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ റിക്വയർമെന്റ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ എയും ബിയിലും നമ്മൾ ചെയ്ത ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക, ഈ പറഞ്ഞ പോപ്പുലേറ്റഡ് എഫേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ വൺസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താ നോക്കിയേ. എക്സിബിറ്റ് 1 യൂസ് ചെയ്ത് വി ഹാവ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എക്സ്പ്ലെയിൻ വൈ ലേഔട്ട് ഡസ് നോട്ട് കൺട്രോൾ ബ്രസോയി കമ്പനി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി നോട്ട് എ കാൽക്കുലേഷൻ, ഇറ്റ്സ് എ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. സോ 8 മാർക്സ് ആണ്. സോ നമ്മുടെ ഇവിടുത്തെ നോളജ് പാർട്ട് എന്താണ്? ലേഔട്ട് ബി കമ്പനിനെ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി എ ടോപ്പിക് ദാറ്റ് ഫ്രീക്വൻലി ടെസ്റ്റഡ് ഓവർ ദി ഇയേഴ്സ് ഓഫ് SBR. ഗ്രൂപ്പ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അവർ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോളജ് പാർട്ട് കൺട്രോളിൻ്റെ നോളജ് പാർട്ടാണ്. So we have to discuss in the knowledge side about what do you mean by control. അല്ലെങ്കിൽ കൺട്രോൾ കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യണം. സോ ആ നോളജ് പാർട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു കമ്പനി അക്വയർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഹാവ് യു സീൻ ദ സ്ലൈഡ് ഹിയർ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ഗ്രൂപ്പ്സിന്റെ നോളജ് പാർട്ടാണ് ഇവിടെ. അപ്പോൾ വെനെവർ ദർ ഇസ് എ ക്വസ്റ്റ്യൻ കമ്മിങ് ലൈക്ക് ദിസ്, ഒരു അക്വയറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ we have to first control അവിടെ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. മോസ്റ്റ് പ്രോബ്ലി എൻറ്റിറ്റി ഹു ഈസ് ട്രാൻസ്ഫറിങ് ദ ഷെയർസ് പ്ലസ് ക്യാഷ്. അപ്പോൾ ക്യാഷ് പ്ലസ് ഇക്വിറ്റി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാന്ന് നോക്കുക. ഇൻ ദ സെയിം വേ ഔട്ട് ഓഫ് ദാറ്റ് 2 കമ്പനി ഒരു ലാർജർ കമ്പനി ആരാന്ന് നോക്കുക, ലൈക്ക് ഒരു ഹയർ വാല്യൂ ഉള്ള കമ്പനി ആരാണെന്ന് നോക്കുക. ദാറ്റ് വിൽ ബി ഇൻ മോസ്റ്റ് കേസസ് ദ അക്വയറർ. ആൻഡ് ദ ഫോർമർ മാനേജ്മെന്റ്, ആരുടെ മാനേജ്മെന്റ് ടീമാണ് ഇപ്പോഴത്തെ ആ പുതിയ കമ്പനിയെ ഡോമിനേറ്റ് ചെയ്യുന്നത് നോക്കുക. Okay, which companies previous management is currently dominating the new company, and largest voting rates, majority of voting rates ആർക്കാണെന്ന് നോക്കുക. സോ ഇത് ഇങ്ങനത്തെ ചില ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ അത് അക്വയറർ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഓൾവേസ് വി ഹാവ് സീൻ ലൈക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പം ജസ്റ്റ് റഫ്ലി എല്ലാ ക്വസ്റ്റ്യൻസ് കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ഥിരം തിയറി ക്വസ്റ്റ്യൻ ആണ്. So whenever you get a question like this is your knowledge part. Okay, who is an acquirer എന്ന് ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 6 പോയിന്റ്സ് നോളജ് പാർട്ടിൽ കോട്ട് ചെയ്യുക. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ സെനാരിയോയിൽ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. സോ ബിഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് നൗ വി നോ ലൈക്ക് വാട്ട് ഷുഡ് ബി എ നോളജ് പാർട്ട്. ഇപ്പോൾ നോളജ് മാർക്സ് നമുക്ക് എന്തായാലും മാർക്സ് ഉണ്ട്, ബിക്കോസ് വി നോ ദാറ്റ് ഇൻ SBR നമ്മൾ എസ്പെഷ്യലി സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ആയിട്ട് ആൻസർ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നോളജ് പാർട്ട് ആയിരിക്കും എഴുതുന്നത്, ദെൻ ദർ ഈസ് ആപ്ലിക്കേഷൻ ആൻഡ് ഫൈനലി ദർ ഈസ് കൺക്ലൂഷൻ. അപ്പോൾ ഈ ഓർഡർ ആണ്. അപ്പോൾ ഈവൻ വിത്തൗട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സ്കോർ ദിസ് മാർക്സ്. അപ്പോൾ നോളജ് പാർട്ട് എന്താണ് എഴുതുന്നുണ്ടെന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. നൗ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആസ് ഐ സെഡ്, ഈ നോളജിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ഹിയർ. നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഹിയർ ദേ സെഡ് ദാറ്റ് എന്തുകൊണ്ട് ലേ ഔട്ട് ബി കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഇല്ല അല്ലെങ്കിൽ കൺട്രോൾ ഉള്ളതുകൊണ്ടെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഹിയർ ദേ സെഡ് ദാറ്റ് ലേ ഔട്ട് അക്വയർഡ് ഓൾമോസ്റ്റ് 45% equity capital in B company. It's a private company. On the acquisition of 45% equity capital, layout could appoint 5 board executive directors and 4 of Bisoic non-executive director. അപ്പോൾ
നമുക്കുള്ള റൈറ്റ് എന്താണ്? 4 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം, 4 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. So now we should understand what's the difference between an executive director and a non-executive director. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ someone who involves in the day-to-day management of the company. A non-executive director is not someone who is having the control in the company, but he is independent, who have the right to participate in policy making process. Apart from that, he is not someone who is like having the control. Okay, അപ്പോൾ മോർ ലൈക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡിൽ എപ്പോഴും ഒരു ഈക്വൽ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വെക്കണമെന്നാണ് കോർപ്പറേറ്റ് ഗവർണൻസ് ഒക്കെ പറയുന്നത്. സോ ദാറ്റ് പാർട്ട് ഇസ് ആക്ച്വലി ഫ്രം ലോ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഹിയർ ദേ ആർ ഏകദേശം ഒരു 12 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട് ആൻഡ് 7 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്, വിച്ച് കംപ്രൈസസ് ദ ബി കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ആ 12 7 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ബാക്കി the executive directors make all key decisions by simple majority, and non-executive director help in the strategic development of the company. ആ knowledge part അവർ പറയുന്നുണ്ട്. And the directors appointed by layouts always vote in line with layout company's policy. Then the other 55% shares held in by a single investor who can appoint remaining 7 executive directors and 3 non-executive directors. അപ്പോൾ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന എത്ര ആൾക്കാരെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്? 5 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. വി ആർ അപ്പോയിന്റിങ് 5 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ടോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് 12 ആണ്. ഓക്കെ, മൊത്തം 12-ൽ 5 നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ. 7 ഈസ് അപ്പോയിന്റഡ് ബൈ അൻ അതർ സിംഗിൾ പ്രൈവറ്റ് ഇൻവെസ്റ്റർ ഹു ഈസ് ഹോൾഡിംഗ് 55% ഓഫ് ദാറ്റ് ബി കമ്പനി. സോ ഇറ്റ്സ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് മാനേജ്മെന്റിനെ അപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മളാണോ അതോ ആ സിംഗിൾ ഇൻവെസ്റ്റർ ആണോ? Is it layout or that single private investor who is having the majority here? A majority ഇവിടെ ആർക്കാണ്? ഒബ്വിയസ്ലി മെജോറിറ്റി ഉള്ളത് നമ്മുടെ സിംഗിൾ പ്രൈവറ്റ് ഇൻവെസ്റ്ററിനാണ്. ബിക്കോസ് ഹീസ് ഹോൾഡിംഗ് 55% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് 12 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് 7 അപ്പോയിന്റ് ചെയ്യുന്ന പുള്ളിയാണ്. Now, during the year end 31st December 2007, the layout entered into a forward contract to purchase an additional 10% equity capital of B in October 2008. അപ്പോൾ ഇത് കൂടാതെ അവർ ദേ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പർച്ചേസ് അഡീഷണൽ 10%. അപ്പോൾ അത് ഫോർവേഡ് കോൺട്രാക്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താടാ? വാട്ട്സ് അഡ്വാൻറ്റേജ് ഓഫ് എ ഫോർവേഡ് കോൺട്രാക്ട്? ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഒബ്ലിഗേഷൻ ഉള്ള കോൺട്രാക്ട് ആണ് ഫോർവേഡ് കോൺട്രാക്ട്. സോ ആ ഒരു പോയിന്റ് അവർ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെൻ യു എക്സസൈസ് ഇറ്റ് ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ഷെയർ ഹോൾഡിംഗ് ഫ്രം 45% to 55%. അപ്പോൾ അവിടെ നമുക്കൊരു കൺഫ്യൂസിങ് ഫാക്ടറാണ്. അപ്പോൾ 45-ൽ നിന്ന് 10 കൂടെ വന്നു കഴിഞ്ഞാൽ ദേ ആക്ച്വലി ഗെറ്റിംഗ് 55%. സോ അത് അവരുടെ ഷെയർ ഹോൾഡിംഗ് കൂട്ടും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ആവും. ബട്ട് ഷെയർ ഹോൾഡിംഗ് കൂട്ടുന്നുണ്ടെങ്കിലും സിൻസ് ദ അതർ കമ്പനി, ദ അതർ സിംഗിൾ ഇൻവെസ്റ്റർ ഈസ് ഹോൾഡിംഗ് ദാറ്റ് റൈറ്റ് ടു അപ്പോയിന്റ് 7 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഓട്ടോമാറ്റിക്കലി മെജോറിറ്റി ആരായി തന്നെ ആയിരിക്കും? പുള്ളിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ therefore we can conclude that based on these lines why layout does not control B company എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇവർ ലേഔട്ട് ബിലീവ് ചെയ്യുന്ന എന്താ? ലേഔട്ട് ബിലീവ് ദാറ്റ് ഇറ്റ് കൺട്രോൾസ് ബി ആൻഡ് ഹാസ് അക്കൗണ്ടഡ് ഫോർ ബി ആസ് എ സബ്സിഡറി ഇൻ ഇറ്റ്സ് ഡ്രാഫ്റ്റഡ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ശരിക്കും ഇവരെന്തല്ല? സബ്സിഡറി അല്ല. പക്ഷെ അവർ ബിലീവ് ചെയ്തു ഇത് സബ്സിഡറി ആണെന്ന്. ആൻഡ് therefore they have created a consolidated FS believing that ബി കമ്പനി ഈസ് ദെയർ സബ്സിഡറി. അവർ ഓൾറെഡി കൺസോളിഡേറ്റഡ് FS പ്രിപ്പയർ ചെയ്തു. സോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്. ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ആക്ച്വലി helping them to understand that why layout does not control B. അപ്പോൾ ആ 8 മാർക്സിന്റെ ഒരു ആൻസർ പാർട്ട് എന്ത് എഴുതണം എന്നുള്ളത് ക്ലിയർ ആണോ? അപ്പോൾ മേജർലി പറയാൻ പറ്റുന്നത് ആ വോട്ടിംഗ് റൈറ്റ്സ് നമുക്കില്ല. ആൻഡ് ദ സെയിം വേ ദേ ആർ ദ വൺസ് ഹു ഡോമിനേറ്റ് ദ മാനേജ്മെന്റ്. And on the other hand, private investor is having a higher majority of shares as well. So if we put these things together, we can confirm that layout does not control B company. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നോളജ് പാർട്ട് പ്ലസ് ഈ ഒരു സെനാരിയോയിൽ നിന്ന് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ therefore we can conclude why layout does not control B company. സി പോർഷൻ ക്ലിയർ ആണോ?
Is it clear, everyone? Yes. Now, moving into the second exhibit. Second exhibit is more like with respect to IAS 19 ആണ്. So we can just roughly discuss IAS 19 here. അപ്പോൾ IAS 19 is an employee benefit ആണ്. എംപ്ലോയി ബെനിഫിറ്റ്സിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ കൂടുതൽ SBR ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് സ്കീംസ് ആയിരിക്കും. അതിൽ ഡിഫൈൻ ബെനിഫിറ്റ് പെൻഷൻ പ്ലാനും ഉണ്ട്, ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാനും ഉണ്ട്. I hope you are just basically aware of what's the difference between a defined benefit plan and a defined contribution plan. ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആനുവലി ഒരു ഫിക്സഡ് എമൗണ്ട് എംപ്ലോയിക്ക് പെൻഷനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. വി ഡോണ്ട് ഹാവ് എനി അതർ ഒബ്ലിഗേഷൻ ടു പേ എനിത്തിങ് ഫർദർ ടു ദാറ്റ് സ്കീം. ഇപ്പോൾ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ ആനുവലി ഒരു ഫിക്സഡ് എമൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുക. ആ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി ഇൻവെസ്റ്റഡ് ഇൻ സം പൂൾ ഓഫ് അസറ്റ്സ് ലൈക്ക് ഷെയർസ് ഓർ FD ഓർ വാട്ട് എവർ അസറ്റ്സ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ആ പൂൾ ഓഫ് അസറ്റ്സിലേക്ക് അവർ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടായിരിക്കും അവർ പെൻഷൻ പേ ചെയ്യുന്നുണ്ടാവും. This is how defined contribution scheme works. So നമ്മളിവിടെ ആ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ we don't have any obligation to pay anything further to the employees. ഇതാണ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമിന്റെ പ്രത്യേകത. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ, ഹിയർ വി ഹാവ് എൻ ഒബ്ലിഗേഷൻ. ബിക്കോസ് നമ്മൾ എംപ്ലോയീസിനോട് പറയുവാണ് എന്താണോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് വിച്ച് ഈസ് ദ പെൻഷൻ എമൗണ്ട്, അത് പ്രീഫിക്സ്ഡ് ആയിരിക്കും. മേ ബി നിങ്ങളുടെ എക്സിറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി എന്താണോ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, ആ സാലറി ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾ എന്ത് തരുന്നു, പെൻഷനായിട്ട് തരാം എന്ന് പറയുന്നു. സോ ഹിയർ വി ആർ ആക്ച്വലി പ്രോമിസിങ് എ ബെനിഫിറ്റ് ടു ദ എംപ്ലോയി. ലൈക്ക് നമ്മൾ പറയുകയാണ് സാലറിയുടെ ഇത്ര ശതമാനം തരാമെന്ന്. സോ ഓട്ടോമാറ്റിക്കലി ദാറ്റ് എറൈസസ് ആൻ ഒബ്ലിഗേഷൻ ദെയർ, റൈറ്റ്? അപ്പോൾ ആ ഒബ്ലിഗേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. So when there is an obligation, we have to create an account. So ഇത്രയുള്ള കോംപ്ലക്സ് ആണ് കമ്പയർഡ് ടു ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം, ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അല്ലെ? സോ വി ഹാവ് എ പെൻഷൻ അസറ്റ് ഇൻ അവർ ബുക്സ് ആൻഡ് ദർ ഇസ് എ പെൻഷൻ ലയബിലിറ്റി ആസ് വെൽ. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഇതാണ് ഇതിന്റെ നോർമൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഐ ജസ്റ്റ് റഫ്ലി ഡിസ്കസ്ഡ് ദ സെനാരിയോ ഹിയർ. അപ്പോൾ ഇവിടെ ഒരു ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ ആണ്. സോ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. So if you just go through this question, you will get an idea like the defined benefit plan ആണ്, അതിന്റെ കുറച്ച് മെയിൻ ഇൻപുട്സും തന്നിട്ടുണ്ട്. ഓക്കെ, so defined benefit plan of layout has a net deficit of 24 million, but total deficit ആണ് 24 million. It actually has provided the following information for the year ended 31st December 2007. Current service cost വന്നിട്ടുണ്ട്, cash contributions വന്നിട്ടുണ്ട്, net deficit at the year end തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് വാല്യൂ ഓഫ് ദിസ് ഡെഫിസിറ്റ് ഇസ് 24 million. അപ്പോൾ ഈ ഫണ്ട് അസറ്റും ഉണ്ട് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ രണ്ടോട് നെറ്റ് ചെയ്യുമ്പം ഒന്നെങ്കിൽ സർപ്ലസ് വരാം, അസറ്റ് കൂടുതലാണെങ്കിൽ സർപ്ലസ് വരും, ലയബിലിറ്റി കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ് വരും. ഓക്കെ, സോ ഹിയർ ഇറ്റ്സ് എ ഡെഫിസിറ്റ്. അപ്പോൾ ഓപ്പണിംഗിലും ഡെഫിസിറ്റ് ആണ്, ക്ലോസിംഗിൽ നമ്മൾ പെൻഷൻ ഫണ്ട് ഡെഫിസിറ്റ് ആണ്. സോ വാട്ട് ഈസ് ഓപ്പണിംഗ് ഡെഫിസിറ്റ് ഹിയർ? ഓപ്പണിംഗ് ഡെഫിസിറ്റ് ഈസ് 24 million. നമുക്ക് ജസ്റ്റ് റഫ്ലി ഒന്ന് ചെയ്ത് നോക്കാം. The opening deficit is 24 million. Then normally നമ്മുടെ പെൻഷന്റെ ഒരു ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ഡെഫിസിറ്റ് പ്ലസ് നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. സോ വിൽ ആഡ് ദ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ്, വിച്ച് ഈസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റി അല്ലെങ്കിൽ അസറ്റിലേക്ക് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വിൽ ഗെറ്റ്. അപ്പോൾ നമ്മുടെ ഫണ്ടിന്റെ മുകളിലുള്ള ലയബിലിറ്റി ആണെങ്കിൽ മുകളിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അസറ്റ് ആണെങ്കിൽ then it will be an interest income. Whatever it is, we should understand that this amount will go to P&L. ഇതൊരു ഇൻട്രസ്റ്റ് ടൈപ്പ് എമൗണ്ട് ആൻഡ് this will go in ഏത് ടൈപ്പ് ആക്ടിവിറ്റി ആയിരിക്കും? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ പോകും, ഇൻട്രസ്റ്റ് ഇൻകം ആണെങ്കിൽ that will go to ഓപ്പറേറ്റിംഗ് പാർട്ട്. ഇത് ക്ലിയർ ആണോ? ആ P&L ആയിരിക്കും എമൗണ്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നും എവിടെ പോകുന്നതെന്നൊന്നും അറിഞ്ഞിരിക്കുക. ഇതിനുശേഷം ഇതൊരു ഓപ്പണിംഗ് ഡെഫിസിറ്റ് ആയതുകൊണ്ട് there is something known as service cost. So service cost is something that increases your deficit amount.
സോ സർവീസ് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവലി നമ്മുടെ എംപ്ലോയീസ് ഓരോ വർഷവും നമ്മുടെ കമ്പനിയിൽ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ വർഷം അവർ പ്രൊവൈഡ് ചെയ്ത സർവീസിന് നമ്മൾ പെൻഷൻ പേ ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഫ്യൂച്ചറിലാണ് അല്ലെ? മേ ബി 2024 അവർ നമുക്ക് വേണ്ടി പണിയെടുത്തിട്ട് അതിന്റെ പെൻഷൻ നമ്മൾ പേ ചെയ്യുന്ന ഫ്യൂച്ചറിലാണ്. സോ ദി സർവീസ് കോസ്റ്റ് മീൻസ് ദേ ആർ ദീസ് ഓഫ് 2 ടൈപ്സ്, കറന്റ് സർവീസ് കോസ്റ്റ് ആൻഡ് പാസ്റ്റ് സർവീസ് കോസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ കറന്റ് സർവീസ് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രസന്റ് വാല്യൂ ഓഫ് ദിസ് പെൻഷൻ വി ഹാവ് ടു പേ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഞാനിപ്പോൾ ലെറ്റ്സ് അരുൺ എന്ന് പറഞ്ഞ് ഞാൻ ഈ വർഷം കമ്പനിയിൽ വർക്ക് ചെയ്തു, എനിക്ക് പെൻഷൻ തരേണ്ടത് 10 million ആണ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് ഇയർ എന്ന് വെച്ചു. പക്ഷെ അവർ പേ ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഇത് ഫ്യൂച്ചറിലായിരിക്കും, അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. മേ ബി എനിക്കൊരു 60 വയസ്സുള്ളപ്പോഴായിരിക്കും. അപ്പോൾ ദിസ് 10 million ഫ്യൂച്ചറിൽ പേ ചെയ്യാൻ പോകുന്ന 10 million പ്രസന്റ് വാല്യൂനാണ് നമ്മൾ കറന്റ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ആൻ ഐഡിയ ലൈക്ക് വാട്ട് ഈസ് കറന്റ് സർവീസ് കോസ്റ്റ്. വാട്ട് ഈസ് പാസ്റ്റ് സർവീസ് കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ അറൈസ് ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ്. ഒന്നെങ്കിൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ പ്ലാനിൽ ആക്ച്വലി പെൻഷൻ എന്ന് പറയുന്നത് 8 million ഉള്ളായിരുന്നു. ഈ വർഷമാണ് നമ്മൾ 10 കൂടിയത്. സോ ദർ ഇസ് എൻ എക്സ്ട്രാ 2 ഹാവ് കെയിം ടു ദ പ്ലാൻ. ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു, നമ്മളൊരു പെൻഷനിലൊരു അമെൻമെന്റ് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ദിസ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ പെൻഷൻ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പം 8 million ആയിരിക്കും പെൻഷൻ പേ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. നൗ ഇറ്റ് ഹാസ് ഇൻക്രീസ് ടു 10 ഇൻ ദ കറന്റ് ഇയർ അല്ലേ? അപ്പോൾ ഈ വർഷം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു, പക്ഷേ പാസ്റ്റിൽ നമ്മൾ വെച്ച എക്സ്പെൻസ് കുറഞ്ഞു പോയി ബിക്കോസ് വി ആക്ച്വലി ക്രിയേറ്റഡ് ആൻ എക്സ്പെൻസ് ഫോർ 8. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കണമല്ലോ, എക്സ്ട്രാ 2 ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതിനെയാണ് നമ്മൾ ബേസിക്കലി പാസ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, so always when there is service cost in the question, we have to include current and past. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ എന്തിൽ കണ്ടിരുന്നുണ്ടാവുക? കറന്റ് സർവീസ് കോസ്റ്റ്. ഇപ്പൊ ക്വസ്റ്റിനകത്ത് ഇപ്പോൾ ഒരു കറന്റ് ഉണ്ടെങ്കിൽ കറന്റ് പ്ലസ് പാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് പാസ്റ്റ് അല്ലേ എന്ന് വെച്ച് ഇഗ്നോർ ചെയ്യല്. സർവീസ് കോസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഡ് ബി എ സം ഓഫ് ക്യുമുലേറ്റീവ് എമൗണ്ട് ആയിരിക്കണം കറന്റിന്റെയും പാസ്റ്റിന്റെയും. ക്ലിയർ ആണോ? അതിൽ എന്താണ് കറണ്ട് എന്താണ് പാസ്റ്റ് എന്ന് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് പാർട്ട്. നൗ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കോൺട്രിബ്യൂഷൻ ആണ്, വിച്ച് കോൺട്രിബ്യൂഷൻ ഈസ് സംതിങ് ദാറ്റ് വി മേക്ക് എവറി ഇയർ. ബട്ട് ഇതൊരു ഓപ്പണിംഗ് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂഷൻ ഈസ് സംതിങ് ദാറ്റ് ഇൻക്രീസസ് അസെറ്റ്. സോ ഓൾവേസ് റിമെമ്പർ, ഇഫ് ഇറ്റ്സ് എൻ ഓപ്പണിംഗ് ലയബിലിറ്റി, കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം ഷുഡ് ബി ഡിഡക്റ്റഡ്. അത് എപ്പോഴും ഒരു ഔട്ട്ഫ്ലോ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ദെൻ സംതിങ് നോൺ ആസ് ബെനിഫിറ്റ്സ് പെയ്ഡ് ഉണ്ടാവും. ഈവൻ ദോ ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഷോ ഇറ്റ് ഇൻ ദ ഫോർമാറ്റ് ടു മേക്ക് ദ എക്സാമിനർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നോ വാട്ട് ഈസ് ബെനിഫിറ്റ്സ് amount, how to account for the benefits paid amount. സോ ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ എപ്പോഴും അക്കൗണ്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. ബെനിഫിറ്റ്സ് പെയ്ഡ് ഡസ് നോട്ട് ഹാവ് എനി അഡ്ജസ്റ്റ്മെന്റ് ഇൻ അവർ ബുക്സ്. കാരണം നമ്മൾ ബെനിഫിറ്റ്സ് പേ ചെയ്യുന്ന സമയത്ത് ഒരു ഈക്വൽ എമൗണ്ട് നമ്മൾ പെൻഷൻ അസറ്റിൽ നിന്നും പോകുന്നുണ്ടാവും, ഈക്വൽ എമൗണ്ട് നമ്മുടെ പെൻഷൻ ലയബിലിറ്റിയിൽ നിന്നും പോകുന്നുണ്ടാവും. ഓക്കെ, സോ നെറ്റ് ഇമ്പാക്ട് എന്തായിരിക്കും? വാട്ട്സ് എ നെറ്റ് ഇമ്പാക്ട് ദെയർ? ദർ ഇസ് നോ ഇമ്പാക്ട് ഓൺ ദ എഫേഴ്സ്. ഓക്കെ, അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡ് നിങ്ങൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മുടെ ജസ്റ്റ് ഫോർമാറ്റിൽ ഉണ്ടെന്നേ ഉള്ളൂ, അതിന്റെ ഇമ്പാക്ട് എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ നൗ ലുക്ക് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇവിടെ ഒരു കറന്റ് സർവീസ് കോസ്റ്റ് വന്നിട്ടുണ്ട്, ക്യാഷ് കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, പിന്നെ 32 million തന്നിട്ടുണ്ട്. ആൻഡ് ദേ സെഡ് ദാറ്റ് നമ്മുടെ പെൻഷൻ പ്ലാൻ എക്സ്റ്റിങ്ക്യൂഷ് ആയി. സോ 25th ഏകദേശം ഒരു എംപ്ലോയീസ് ഇത്ര പേര് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുറച്ച് എംപ്ലോയീസ് പോയി ഓൾറെഡി. ആ എംപ്ലോയീസ് പോയത് കാരണം നമ്മളുടെ ഒരു ചേഞ്ച് വന്നു പ്ലാൻ അസറ്റിലും അതേപോലെ തന്നെ പ്ലാൻ ലയബിലിറ്റിയിലും. എത്രയാണ് ആ ചേഞ്ച് എന്ന് നോക്കിയേ? 250 പേര് നമ്മുടെ ആ ഒരു പെൻഷൻ പ്ലാനിൽ നിന്ന് പോയപ്പോഴത്തേക്ക് അവരെ അവർക്ക് വേണ്ടി നമ്മൾ പേ ചെയ്തത് 60 million ആണ് പേ ചെയ്തത്. ബട്ട് ആ പേ ചെയ്ത സമയത്ത് നമ്മുടെ ഒബ്ലിഗേഷൻ കുറഞ്ഞത് 50 ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ സെറ്റിൽമെന്റ് ഹാപ്പൻ. അപ്പോൾ ഓൾറെഡി പിരിഞ്ഞു പോയവർക്ക് നമ്മൾ സെറ്റിൽമെന്റ് കൊടുത്തായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്തത് കാരണം അവരെ നമ്മൾ സെറ്റിൽ ചെയ്ത കാരണം നമ്മുടെ അസറ്റിൽ നിന്ന് 60 പോയി, പെൻഷൻ അസറ്റിൽ നിന്ന് 60 പോയി, പക്ഷെ ലയബിലിറ്റി കുറഞ്ഞത് 50 ഉള്ളൂ. സോ ഇസ് ഇറ്റ് എ ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെന്റ് ഹിയർ?
Is it a gain or loss on settlement? നോക്കി, അസറ്റ് 10, അസറ്റ് കുറഞ്ഞത് 60 ആണ് പറഞ്ഞത്, ലയബിലിറ്റി കുറഞ്ഞത് 50 ഉള്ളൂ. So we paid 60, but our liability only decreased by 50 million. So is it a gain or loss on settlement? It's a loss on settlement. അല്ല, അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക. ജസ്റ്റ് ആ സെനാരിയോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അത് നമ്മൾ 60 രൂപ പേ ചെയ്തു, പക്ഷെ ലയബിലിറ്റി കുറഞ്ഞത് 50 ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ ലോസ് ഓഫ് 10 million. ഓൺ ദ അതർ ഹാൻഡ് നമ്മളിപ്പം പേ ചെയ്തത് 50 ആണ്, പക്ഷെ ലയബിലിറ്റി ഡിക്രീസ് ബൈ 60. സോ ദെൻ ഇറ്റ് ഇസ് ലൈക്ക് എ ഗെയിൻ, കാരണം നമ്മൾ പേ ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ ലയബിലിറ്റി സൈഡ് നമ്മുടെ കുറഞ്ഞു. മനസ്സിലായി? ഇതാണ് നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ട ലോജിക്. അപ്പൊ ഇതൊരു നോർമലി ഉള്ള ക്വസ്റ്റിനെ പോലല്ല, ഇവിടെ ഒരു അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റിനകത്തിൽ. ദാറ്റ് വാസ് റിഗാർഡിംഗ് ദ സെറ്റിൽമെന്റ്. അപ്പൊ സെറ്റിൽമെന്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കാതെ ആഡ് ചെയ്യണോ ഡിഡക്ട് ചെയ്യണോ എന്നുള്ളത്. ഹിയർ ഇറ്റ്സ് എ ലോസ് ആണ്. സോ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന ഈ ഫോർമാറ്റിലേക്ക്? ഇവിടെ ഇതൊരു ലോസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ലോസ് ഓൺ സെറ്റിൽമെന്റ് ആയിരിക്കും. സോ ഹൗ വിൽ അഫക്ട് ദിസ് ഫോർമാറ്റ്? Will it increase our liability or decrease our liability? This settlement will actually increase our liability. കാരണം നമ്മൾ ലോസ് ആണല്ലോ. അപ്പൊ ലോസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ലയബിലിറ്റി സൈഡ് കൂടുമായിരിക്കും ചെയ്യും. സോ ആ 10 million ഞാൻ ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ ആണോ? ദെൻ സർവീസ് കോസ്റ്റ് ആൻഡ് കറന്റ് സർവീസ് പ്ലസ് പാസ്റ്റ് സർവീസ് കോസ്റ്റ് എത്ര നോക്ക്? കറന്റ് പ്ലസ് പാസ്റ്റ് എത്ര വരും? There is only current, which is 6. ആ 6 നമുക്ക് സ്ട്രേറ്റ് അവേ പോയിട്ട് ഇവിടോട്ട് ആഡ് ചെയ്യാം. I can add 6 here. Now, service cost നമ്മൾ ആഡ് ചെയ്തു 6. Then opening liability 24 ആണ് തന്നു. ഇൻട്രസ്റ്റ് എത്ര നോക്കിയ? ഓപ്പണിംഗിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ഫസ്റ്റ് ജാനുവരി ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദ ബോൺസ് വാസ് 5%. അപ്പോൾ ആ 5% കാൽക്കുലേറ്റ് ചെയ്യുക on 24, which is 1.2. Now, കോൺട്രിബ്യൂഷൻ ടു ദ സ്കീമിലേക്ക് നോക്കുവാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കിയ പെൻഷൻ പ്ലാനിലേക്ക്? The cash contribution currently is 4. അപ്പോൾ that is something that will deduct. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിനെ എക്സ്പെക്ടഡ് വാല്യൂ ഒന്ന് എടുക്കുക. So which is coming around 37.2 ആണ് നമ്മുടെ എക്സ്പെക്ടഡ് ലയബിലിറ്റി. But after this event, after this chain of event, our actually have actually expected the value to be how much? 40 million. അപ്പൊ ഇതാണ് നമ്മുടെ ആഫ്റ്റർ ദ എബോ ഇവന്റ് നമ്മുടെ ആക്ച്വറീസ്. അപ്പൊ ആക്ച്വറീസ് ഇസ് ദ വൺ ഹു മെഷർ ദിസ് ലയബിലിറ്റി ഇൻ അവർ കമ്പനി. അപ്പൊ ആക്ച്വറി വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പൊ അവർ ഈ ക്ലോസിംഗ് വാല്യൂ എത്ര തന്നു? ക്ലോസിംഗിലുള്ള നെറ്റ് ഡെഫിസിറ്റ് എമൗണ്ട് liabilities on 31st December 2007. എത്രയാണ് ഈ ആക്ച്വറി വാല്യൂ? 40. Okay, so what's the difference here? 40 minus 37.2 is 2.8. Okay, അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും ലയബിലിറ്റി കൂടി. സോ ഇറ്റ്സ് ലൈക്ക് എൻ ആക്ച്വറിയൽ ലോസ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ റീമെഷർമെന്റ് ലോസ് എന്നും പറയാം. We can call it as a remeasurement loss. So this will be shown in OCI. So always remember the gain or loss with respect to IAS 19 will go to remeasurement gain or loss ആണെങ്കിൽ അത് OCI ലേക്കായിരിക്കും പോകുന്നത് കേട്ടോ. ആൻഡ് ദിസ് ലോസ് ഓൺ സെറ്റിൽമെന്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ സെപ്പറേറ്റ്ലി ഞാൻ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ആക്ച്വലി വി ഹാവ് ടു ആഡ് ഇറ്റ് അലോങ് വിത്ത് സർവീസ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫോർ ദ പ്രസന്റേഷൻ ഐ ഹാവ് ഷോൺ ഇറ്റ് ഹിയർ സെപ്പറേറ്റ്ലി. ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 10 6ന്റെ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 16 ആയിരിക്കണം ഇവിടെ സർവീസ് കോസ്റ്റ് കാണിക്കണം കേട്ടോ. കാരണം സർവീസ് കോസ്റ്റിനകത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ കറണ്ട് പ്ലസ് പാസ്റ്റ്, എനി ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെന്റ് ഓർ വിത്ത് റെസ്പെക്ട് ടു കർട്ടെയിൽമെന്റ്, ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സർവീസ് കോസ്റ്റിലായിരിക്കും. ജസ്റ്റ് ഫോർ യുവർ പ്രസന്റേഷൻ ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ്ലി കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ 10ഉം 6ഉം കൂടെ ഒരുമിച്ച് വേണം കാണിക്കാൻ നോർമലി എക്സാമിന് കേട്ടോ. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ മാത്രമാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക.
അലോങ് വിത്ത് ഈവൻ ദോ അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അപ്പോൾ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഭാഗത്ത് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ബട്ട് അലോങ് വിത്ത് ദേ ആക്ച്വലി ടെസ്റ്റഡ് ദിസ് നോളജ് ഓഫ് ഡിഫൈൻ ബെനിഫിറ്റ് പ്ലാൻ ആസ് വെൽ. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? അപ്പൊ ശരിക്കും എക്സാമിന് നമുക്ക് ഇത്ര സമയമേ കാണത്തുള്ളൂ. അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ SBR ഈസ് ലൈക്ക് കംപ്ലീറ്റ് ദ പേപ്പർ വിത്തിൻ ദ ടൈം ലിമിറ്റ്. അപ്പോൾ 30 മാർക്സ് എന്ന് പറയുമ്പോൾ 30 × 1.8 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 54 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ആ 54 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് അറിയുന്ന നോളജ് പാർട്ട് മാക്സിമം ചെയ്തിട്ട് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതർവൈസ് യു വിൽ ഗെറ്റ് സ്റ്റക്ക് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആവാം, മേ ബി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്യാൻ സമയം അവിടെ കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈവൻ 48, 49 ആണെങ്കിലും ദേ വോണ്ട് മേക്ക് യു പാസ് ബിക്കോസ് യു ഡിഡ്ന്റ് കംപ്ലീറ്റ് ദ ഹോൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് എങ്കിലും ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ടൈം ലിമിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഫിനിഷ് ദ ക്വസ്റ്റ്യൻ ഈവൻ ഇഫ് യു ഇസ് നോട്ട് കംപ്ലീറ്റഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺസ്. ലൈക്ക് ഹാർഡ്ലി ഒരു 54 എന്നുള്ളത് 60 മിനിറ്റ്സ് വരെ പോകാം, എന്ന് വെച്ചാൽ 1 അവർ. അതിൽ കൂടുതൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് സ്പെൻഡ് ചെയ്യില്ല. ബട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 8+8 വാസ് ഈസി പാർട്ട് അല്ലെ. അപ്പോൾ നോർമലി ഫസ്റ്റ് ഒരു ഫെയർ ഇനഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും, വലിയ ഡിഫിക്കൽട്ടി കാണത്തില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 30 ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ സംവെയർ അറൌണ്ട് 25 or 20 to 25, അപ്പോൾ ആ 50ൽ അത്രയും മാർക്സ് സെക്യൂർഡ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് പോർഷൻ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഈ ഡ്രാഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു പ്രീ പോപ്പുലേറ്റ് FS അവർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കൺസൾട്ടേറ്റഡ് FS പ്രിപ്പയർ ചെയ്യേണ്ട. പകരം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി അവർ തന്നേക്കുന്നത് ഒരു കൺസൾട്ടേറ്റഡ് FS ആണ്. ലേഔട്ട് ബി കമ്പനിനെ അക്വയർ ചെയ്തു, ബ്രസൈക് കമ്പനി ഈസ് അവർ സബ്സിഡറി എന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, they have created a consolidated SOFP. So this is a consolidated FS. ഈ കൺസൾട്ടേറ്റഡ് FS അവർ ചെയ്തത് തെറ്റായിട്ടാണ്, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് അവർ സബ്സിഡറി എനിമോർ. അത് സബ്സിഡറി അല്ല. അപ്പോൾ ആ മിസ്റ്റേക്കിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്? ഇതിൽ നിന്ന് അവർ കൺസോൾട്ടേറ്റ് ചെയ്ത ബി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ദേ ഹാവ് ആക്ച്വലി ഗിവൺ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ബി കമ്പനി ഹിയർ. കണ്ടോ, ബിന്റെ ഇൻഡിവിജ്വൽ FS തന്നിട്ടുണ്ട്. ഇപ്പൊ നോർമലി നമ്മൾ എങ്ങനെ കൺസൾട്ടേറ്റ് ചെയ്യുന്ന പേരന്റ് പ്ലസ് സബ്സിഡറി ആണ് കൺസൾട്ടേറ്റഡ് FS. അപ്പൊ ഇവിടെ കൺസൾട്ടേറ്റഡ് FS കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് പേരന്റിന്റെ പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യുക. നോർമലി നമ്മൾ അസറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, പേരന്റ് പ്ലസ് സബ്സിഡറി. ഇക്വിറ്റിയിൽ നമ്മൾ ചെയ്ത എന്താണ്, പേരന്റ് മാത്രം. അപ്പൊ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ വാട്ട് ഈസ് ദെയർ ഇൻ ദ കൺസൾട്ടേറ്റഡ് FS. എങ്കിലും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വിറ്റിയിൽ നമ്മൾ പേരന്റ് ഷെയർ ക്യാപിറ്റൽ മാത്രമേ കാണിക്കത്തുള്ളൂ. ദെൻ റിട്ടേണിങ്സ് ഓഫ് ഗ്രൂപ്പ്, ദെൻ NCA, ഇങ്ങനെ ആയിരിക്കും ഇക്വിറ്റി പോർഷൻ വരുന്നുണ്ടാവും അല്ലെ. ദെൻ ലയബിലിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്, പേരന്റ് പ്ലസ് ലയബിലിറ്റി. ഇങ്ങനെയല്ല നമ്മൾ നോർമലി കൺസൾട്ടേറ്റഡ് FS പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഇത് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തന്നു. ബട്ട് വാട്ട് വി അണ്ടർസ്റ്റുഡ്, ദ കൺസൾട്ടേഷൻ ട്രീറ്റ്മെന്റ് വാസ് റോങ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് അവർ സബ്സിഡറി. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു കറക്റ്റഡ് FSലേക്ക് എത്തും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് സബ്സിഡറിന്റെ അസറ്റ് സൈഡിൽ നിന്ന് സബ്സിഡറിന്റെ അസറ്റ്സ് എല്ലാം ഇൻഡിവിജ്വൽ FS വന്നിട്ടുണ്ടല്ലോ, അസറ്റ്സ് എല്ലാം റിമൂവ് ചെയ്യണം. പിന്നെ നോർമലി നമുക്കറിയാം ആസ് പാർട്ട് ഓഫ് കൺസൾട്ടേഷൻ അവിടെ എന്ത് കാണും, ഗുഡ് വില്ലൂടെ അസറ്റ് സൈഡിൽ ഒരു അഡീഷണൽ ഗുഡ് വില്ലൂടെ കയറി വന്നിട്ടുണ്ടാവും. അസറ്റ് സൈഡിൽ എന്താ കൺസൾട്ടേറ്റഡ് FS ഒരു ഗുഡ് വില്ലൂടെ വന്നിട്ടുണ്ടാവും. ആ ഗുഡ് വില്ലിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. ഇപ്പൊ സബ്സിഡറി അസറ്റ്സ് റിമൂവ് ചെയ്യണം, ആ ഗുഡ് വില്ലിനെ റിമൂവ് ചെയ്യണം. ഇക്വിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് എനിവേ ദേ ഹാവ് ഇൻ കൺസൾട്ടേറ്റഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡറി, അപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ട. പക്ഷെ ബാക്കി കാര്യങ്ങൾ NCA റിമൂവ് ചെയ്യുന്നുണ്ടാവും. ഗ്രൂപ്പ് റിട്ടേണിങ്സ് എന്താണോ നമ്മൾ ആഡ് ചെയ്തത്, ഷെയർ ഓഫ് സബ്സിഡറി ആഡ് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. ലയബിലിറ്റിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലി സബ്സിഡിയുടെ ലയബിലിറ്റി റിമൂവ് ചെയ്യുക. സബ്സിഡിയുടെ ലയബിലിറ്റി പാർട്ട് റിമൂവ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മൾ റിവിഷൻ കിറ്റിലുള്ള ബാക്കി ക്വസ്റ്റനിൽ നിന്ന് ഒരു ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ലേഔട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക.
അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ അസറ്റ് സൈഡ് റിമൂവ് ചെയ്യും. അപ്പോൾ അസറ്റ് സൈഡ് ഇപ്പോൾ 634 ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇവരുടെ അസറ്റ് ഇതിനകത്ത് എത്തുന്നുണ്ട്. 32 ആറ് അസറ്റ് ആണ്, ബിസൈക്കിന്റെ അസറ്റ് ആണ്. ആ 32 അപ്പോൾ ഇതിന് റിമൂവ് ചെയ്യണം. ടോട്ടൽ കൺസിഡർ 634 32 റിമൂവ് ചെയ്യുക. ദെൻ പകരം അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ സബ്സിഡറി അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായിട്ടാണ് കാണിക്കേണ്ടത്? നമുക്ക് കൺട്രോൾ ഇല്ല. പകരം അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും? അസോസിയേറ്റ് ആയിരിക്കും. അപ്പോൾ വാട്ട് എവർ ദ എമൗണ്ട് വി ഇൻവെസ്റ്റഡ് ഹിയർ, നമ്മൾ എന്താണോ ഇപ്പോൾ 45% ഷെയർസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫോർ 10 million ഓഫ് ഷെയർസ്, നമ്മൾ 45% ആണ് വാങ്ങുന്നത്. എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത് നോക്കുക. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളിവിടെ ആക്ച്വലി എന്തായിട്ട് കാണിക്കണം? എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ് കാണിക്കണം. ദെൻ ഗുഡ്വിൽ ടോട്ടൽ ഗ്രൂപ്പിന്റെ ഗുഡ്വില്ലാണ് 81. ബട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഇവിടെ നിങ്ങൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിംഗ് നോട്ട്സ് ഒക്കെ സെയിം ആയിരിക്കും. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ ഹിയർ. പക്ഷേ ആ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ടോട്ടൽ ഗുഡ്വില്ലിൽ നിന്ന് ഈ ഗുഡ്വിൽ റിമൂവ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ഗുഡ്വിൽ അത് റിമൂവ് ചെയ്ത് കളയുക. ബി കമ്പനിയുടെ പെർസ്പെക്റ്റീവുള്ള ഗുഡ്വിൽ റിമൂവ് ചെയ്യാം. സെയിം കറണ്ട് അസറ്റ്സിൽ നിന്നും ബാക്കി എന്താണ് ഇവിടുത്തെ കറണ്ട് അസറ്റ്സ്, ഇൻഡിവിജ്വൽ എഫ്സിലെ കറണ്ട് അസറ്റ് 47 ആണ്. സോ ആ 47 വന്നിട്ട് നമ്മൾ എവിടെ നിന്ന് റിമൂവ് ചെയ്യും? വിൽ റിമൂവ് ഇറ്റ് ഫ്രം ദ ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ദെൻ ഷെയർ ക്യാപിറ്റൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഷെയർ ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ കൺസൾട്ടേറ്റ് എഫ്എസിൽ പേരന്റിന്റെ മാത്രമാണ് കാണിക്കുന്നത്, സബ്സിഡിന്റെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒ സിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വിത്ത് റെസ്പെക്ട് ടു ദിസ് എമൗണ്ട്. സബ്സിഡിയുടെ പാർട്ടായിട്ട് യെസ്, ഒരു ഒ സി 3 ഉണ്ട്. ആ 3 നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ റീറ്റേണിങ്സ് നിങ്ങൾ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റേണിങ്സ് എന്നുള്ളത്. ആ എമൗണ്ട് റിമൂവ് ചെയ്യണം. എൻ സി ഐ സെയിം വേ എൻ സിയുടെ വർക്കിംഗ് നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക നോർമലി ചെയ്യുന്ന പോലെ തന്നെ. ആ എൻ സിയുടെ വർക്കിംഗ് നോട്ട് ചെയ്തിട്ട് ആ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുമായിരുന്നു, പകരം ഇത് എന്ത് ചെയ്യുന്നു? ഇവിടെ റിമൂവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റഫ്ലി എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയോ? ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ആൻസർ പാർട്ട് കൂടെ കാണിക്കാം. യു ജസ്റ്റ് ട്രൈ ഇറ്റ് യുവർ സെൽഫ്. കണ്ടോ? അവർ കൺസൾട്ടേറ്റ് എഫ് എസ് നിന്ന് ആ റിമൂവ് സബ്സിഡി നിന്ന് അസറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്താണോ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് എന്താണോ അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഈ ബി കമ്പനി നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് അസോസിയേറ്റ് ആയിട്ടാണ്. സോ വി ആർ ഷോയിങ് ഇറ്റ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ്. നൗ സെയിം വേ കറണ്ട് അസറ്റ്സ് നമ്മൾ 47 റിമൂവ് ചെയ്തു. ദെൻ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ്സിഡിന്റെ ഈ ബി കമ്പനിയുടെ ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നോർമലി ആഡ് ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്യുക. സെയിം 4.4 നമ്മൾ അസോസിയേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ്, പകരം അത് റീറ്റേണിങ്സിൽ നിന്ന് റിമൂവ് ചെയ്യുക. ദെൻ എൻ സിയുടെ പോർഷൻ എന്താണോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും വർക്കിംഗ് നോട്ട് പ്രകാരം അത് റിമൂവ് ചെയ്യുക. കറന്റ് ലയബിലിറ്റീസും റിമൂവ് ചെയ്യുക. നൗ വിത്ത് റെസ്പെക്ട് ടു ഡിഫൈൻ ബെനിഫിറ്റ് പ്ലാൻ നമ്മൾ എന്താ ചെയ്തത്? എന്താണോ നിങ്ങൾ ആ വർക്കിംഗ് നോട്ടിൽ ചെയ്തത് അത് ഈ പറഞ്ഞ ലൈൻ ഐറ്റത്തിൽ ചെയ്യുക. പെൻഷൻ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു. സർവീസ് കോസ്റ്റ് 16 വിച്ച് ഇസ് 10 + 6 ഓർമ്മയുണ്ടോ? ലോസ് പ്ലസ് നമ്മുടെ current service cost ആണ് 16. then cash pension contribution -16. then remeasurement component loss ആണ് 2.8. so closing 40ലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിംഗ് നോട്ട്സ് നമ്പർ 2 ബിക്കോസ് റിക്വയർമെന്റ് നമ്പർ ബിയുടെ അഡ്ജസ്റ്റ്മെന്റും ഈ പ്രീ പോപ്പുലേറ്റ് എഫ് എസ് സി വന്നു. ലാസ്റ്റ് റിക്വയർമെന്റ് പിന്നെ ഈ എഫ് എസിനെ ഒന്ന് അഴിച്ചു പണിയുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ ചെയ്ത് കാണിക്കണം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ദിസ് പ്രീ പോപ്പുലേറ്റഡ് എഫ് എസ്. ദാറ്റ് വിൽ ഗിവ് യു മോർ മാർക്സ്. ഇപ്പോൾ 8 + 8 16 മാർക്സ് ആയിരുന്നു നമ്മുടെ തിയറി പാർട്ടും ഒക്കെ ആയിട്ട് കിട്ടിയത് എ ആൻഡ് ബിയിൽ നിന്ന്. സി ഈസ് ഫോർ ആക്ച്വലി 14 മാർക്സ്. ഇപ്പോൾ ബാക്കി 30ൽ 14 മാർക്സ് ഈ പ്രീ പോപ്പുലേറ്റ് എഫ് എസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഓൾവേസ് മേക്ക് ഷുവർ യു നോ ദിസ് പാർട്ട് ക്ലിയർലി. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? എനി ഡൗട്ട്? എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതൊരു ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വി ഹാവ് ഇൻ എസ് ബി ആർ ഈവൻ ഇൻ ദ കിറ്റ് ഓർ ഈവൻ ദേ ഹാവ് ടെസ്റ്റഡ് ഇൻ പാസ് പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോർമലി കൺസൾട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് പകരം ഇവിടെ കൺസൾട്ടേഷൻ ചെയ്തത് തെറ്റായി പോയതുകൊണ്ട് അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുവാണ്. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങളുടെ നോളജ് പാർട്ട് ഈസ് ആക്ച്വലി ബേസിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് നോളജ് പാർട്ട്. ഓക്കെ ഗൈസ്, ഷാൽ വി മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗ്രൂപ്പിന്റെ?
യെസ്, സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് വരുന്ന സമയത്ത്, സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി അഗെയിൻ അബൌട്ട് ഫങ്ഷണൽ കറൻസി. അപ്പം നമ്മുടെ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു IAS 21. അപ്പോൾ ഫങ്ഷണൽ കറൻസി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് എക്സിബിറ്റിന്റെ റിക്വയർമെന്റ് ഒന്ന് നോക്കിയേ. In accordance with IAS 21, something we have discussed in the last class as well, in foreign exchange rate, explain why functional currency is NY. എന്തുകൊണ്ട് ഫങ്ഷണൽ കറൻസി NY ആയി. അപ്പോൾ ഇതിന്റെ നോളജ് പാർട്ട് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഫങ്ഷണൽ കറൻസീസ് ടിപ്പിക്കലി നമുക്ക് പേരന്റിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ് നോക്കണം, അല്ലേ? യെസ്. അപ്പോൾ we can just go through this question and identify why NY is the functional currency here. So Nomitra is a foreign subsidiary of Peony with functional currency of NY. Nomitra's sales and related costs are predominantly denominated in and settled in NY. അപ്പോൾ സെയിൽസും അതിന്റെ റിലേറ്റഡ് കോസ്റ്റുകളും NYയിലാന്ന് പറയുന്നുണ്ട്. Then Peony had previously provided supporting loan in dollar to N company, which has been settled during the year, and funds from financial activities are currently generated in NY. അപ്പോൾ ബോത്ത് പ്രൈമറി ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്തിൽ തന്നെയാണ്? NYയിലാണ്. ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ഫ്രീ ടു ഡിറ്റർമൈൻ ഇസ് ഡിസിഷൻ ഇൻഡിപെൻഡന്റ്ലി ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് Peony. അപ്പോൾ ഒബ്വിയസ്ലി Peonyയുടെ ഒരു ഓവർ ഡോമിനേഷൻ എവിടെ ഇല്ല? N company ഇല്ല. Peony does not have an autonomy over Nomista company here. So when we consider these factors, we can say that NY തന്നെയാണ് കൺസിഡറിങ് ബോത്ത് പ്രൈമറി ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ് ഫങ്ഷണൽ കറൻസി ആവാനുള്ള എലിജിബിലിറ്റി, അല്ലേ? Isn't it? ഇപ്പൊ ഈ ഒരു നോളജ് പാർട്ട് നിങ്ങൾ പറയുന്നതിന് ഈസിലി യു ക്യാൻ ഗെറ്റ് 5 marks. അപ്പോൾ whenever it's a foreign subsidiary question, I have seen that 5 marks or 5 to 8 marks will be from this functional currency area. അപ്പോൾ ആ നോളജ് പാർട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനെ തന്നെ നിങ്ങൾ ഈസിലി അത് ഗ്രാബ് ചെയ്യുക, അത് വെറുതെ കളയല്ല. സോ ഇഫ് യു വാണ്ട് ടു ഹാവ് എ ക്ലിയർ നോളജ് ഓൺ ദാറ്റ് പാർട്ട്, അപ്പോൾ IAS 21 നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തൊക്കെയാണ് പ്രൈമറി ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ്, ആ നോളജ് പാർട്ട് അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇത് ഫങ്ഷണൽ കറൻസി NY എന്നുള്ളത് ക്ലിയർ ആണോ? കാരണം അവർ പറയുന്നുണ്ട് സെയിൽസും അതിന്റെ ഡയറക്റ്റ് കോസ്റ്റുകളും എല്ലാം NYയിലാണ്. അവർ കറന്റ് ഫൈനാൻസ് റേസ് ചെയ്യുന്നത് NYയിലാണ്. ഈവൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇസ് ഓൾസോ ഹാവിംഗ് ദ റൈറ്റ് ടു മേക്ക് ഡിസിഷൻസ് ഫ്രീലി. പേരന്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹയർ ഓട്ടോണമി ഇല്ല പേരന്റിന്റെ. ക്ലിയർ ആണോ? യെസ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഡിസ്കസ് വിത്ത് കാൽക്കുലേഷൻ ദ കറക്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് കൺസൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് Peony ഗ്രൂപ്പ് അഡ്ജസ്റ്റ് ദ പ്രീ പോപ്പുലേറ്റഡ് എഫേർട്സ് ആസ് വെൽ. അപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ, ആ ഇഷ്യൂസ് നമ്മൾ കറക്റ്റ് ചെയ്യണം. സോ വാട്ട് ആർ ദ ഇഷ്യൂസ് വി ഹാവ് ഫൗണ്ട് ഹിയർ? ജസ്റ്റ് ഈ എക്സിബിറ്റ് ഒന്ന് നോക്കിയേ. ജസ്റ്റ് ഗോ ത്രൂ ദിസ് എക്സിബിറ്റ്. യെസ്, ഗോ ത്രൂ ദാറ്റ് ഇഷ്യൂസ്. എന്താണ് ഇവിടുത്തെ പ്രോബ്ലംസ്? നമ്മുടെ ഒന്ന്, അവർ കമ്പനിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. 75% ആണ് Peony അക്വയർ ചെയ്തേക്കുന്നത്. 1.5 million NY ordinary shares when returning were 4.8, and there were no other components of equity, and Peony determined the NCI at a fair value of 2.7 million at the acquisition date എന്ന് പറയുന്നുണ്ട്. Okay. Now, during the year end 31st December 2002, N company reported a loss of 900,000 and no dividends were paid or proposed, and they reported total liquidity of 5.4 million. എക്സ്ചേഞ്ച് റേറ്റ് 12 ആണ്, ഓപ്പണിംഗിൽ ഡിസംബറിൽ 18 ആണ്, ആവറേജ് റേറ്റ് 15 ആണ്. അപ്പോൾ ഇവിടെ 3 ഇഷ്യൂസ് ആണ് വന്നത്. ഫസ്റ്റ് ഇഷ്യൂ എന്താണ്? ഗുഡ്വിൽ എറൈസ് ഓൺ അക്വസിഷൻ വാസ് കാൽക്കുലേറ്റഡ് ഇൻകറക്ട്ലി ആസ് $725,000. This amount is already included in the SOFP. In arriving at this figure, NCI at acquisition was translated and recognized using an exchange rate at 31st December 2002. And the calculation was as follows. അപ്പോൾ ഇവർ ഈ കാൽക്കുലേഷൻ ചെയ്തേക്കുന്ന എന്തിലാടാ? ഡോളേഴ്സിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? whenever we do the goodwill calculation, ആ ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതിലാണ്? ഏത് പെർസെൻറ്റേജിലാണ് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഓപ്പണിംഗ് റേറ്റിലാണോ ക്ലോസിംഗ് റേറ്റിലാണോ? ഗുഡ്വിൽ ആറ്റ് അക്വസിഷൻ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അക്വസിഷൻ ഡേറ്റിലെ റേറ്റ്സിലായിരിക്കണം. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹോം കറൻസിയിലല്ല, പേരന്റിന്റെ കറൻസിയിലല്ല. വി ഷുഡ് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദ ഫോറിൻ കറൻസി. സോ ഹിയർ നമ്മുടെ ഫോറിൻ കറൻസി എന്തായിരുന്നു? NY ആണ്.
അപ്പോൾ എൻവയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം ഗുഡ് വില്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക് ഫോർമാറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഐ വിൽ ജസ്റ്റ് റീവിസിറ്റ് ദ സെയിം പോർഷൻ അഗെയിൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് we have to understand that ഫസ്റ്റ് നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം എൻവയിലായിരിക്കണം. സോ ഇവിടെ നമ്മുടെ ഫങ്ഷണൽ കറൻസി എൻവൈ ആണല്ലോ. അപ്പോൾ കൺസിഡറേഷൻ, നമ്മൾ എടുക്കുന്ന കൺസിഡറേഷൻ എൻവയിലായിരിക്കണം. എൻ സി ഐന്റെ വാല്യൂ എൻവയിലായിരിക്കണം. ദെൻ ലെസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ്, അതും എൻവയിലായിരിക്കണം. പക്ഷെ ഇവരിവിടെ ചെയ്തേക്കുന്ന എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ തെറ്റാണ്. അവരെല്ലാം ഡോളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എൻവയിലാണ്. ആ എൻവയിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ റേറ്റ്സ് യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യാൻ, കൺവേർട്ട് ചെയ്തിട്ട് ഹോം കറൻസിയിലോട്ട് മാറ്റാൻ. ഹിയർ ദ ഹോം കറൻസി ഈസ് ഡോളേഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്പണിംഗ് എന്താണോ ഗുഡ് വില്ല് വരുന്നത് അത് ഓപ്പണിംഗ് റേറ്റിൽ കൺവേർട്ട് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഇമ്പയർമെന്റ് വരുവാണെങ്കിൽ അത് ആവറേജ് റേറ്റ് കൺവേർട്ട് ചെയ്യുക. ദെൻ ഫൈനലി കിട്ടുന്ന ക്ലോസിംഗ് ഗുഡ് വിൽ എന്താണോ ആ ക്ലോസിംഗ് ഗുഡ് വില്ലിനെ നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റിലെ റേറ്റിൽ കൺവേർട്ട് ചെയ്യുക. സോ ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറൻസ് അവിടെ വരാം. ആ ഡിഫറൻസ് ആയിരിക്കും ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ്. So the goodwill and depending on whether we have used fair value model or partial goodwill method, accordingly that gain will get splitted between parent and NCA. Okay, full goodwill method ആണെങ്കിൽ ആ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് ക്യാൻ ഗെറ്റ് ഷെയർഡ് ബിറ്റ്വീൻ പേരന്റ് ആൻഡ് NCA. പാർഷ്യൽ ഗുഡ്വിൽ മെത്തേഡ് ആണെങ്കിൽ ആ ഗെയിൻ ആർക്ക് മാത്രമേ പോകത്തുള്ളൂ, പേരന്റിലേക്കും പോകത്തുള്ളൂ. സോ ദിസ് ഈസ് ഹൗ വിൽ ആക്ച്വലി ഡു ദിസ് കാൽക്കുലേഷൻ. പക്ഷെ ഇവർ ചെയ്തേക്കുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ്. ദേ ഹാവ് കൺവേർട്ടഡ് എവറിത്തിങ് ടു ഡോളേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കറക്ഷൻ, ഫസ്റ്റ് ഇഷ്യൂവിന്റെ കറക്ഷൻ എന്താണ്, യൂസ് ദിസ് ഫോർമാറ്റ്. അപ്പോൾ എപ്പോഴും ഒരു ഫോറിൻ കറൻസി ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്താണെന്ന് നോക്കുക. ആ ഫങ്ഷണൽ കറൻസിയിൽ വേണം നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനുശേഷം ഗുഡ് വില്ല് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാവൂ. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ഇഷ്യൂ വി നീഡ് ടു കറക്റ്റ് ഹിയർ. പെർഫെക്റ്റ്. നൗ സെക്കൻഡ് ഇഷ്യൂ എന്താന്ന് നോക്കിയേ. At 31st December, impairment is 3.3 was calculated but not recognized in the books. The group policy to translate goodwill impairments at the average rate. അപ്പോൾ goodwill impairment ഉണ്ട്, പക്ഷേ അവരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ആവറേജ് റേറ്റ് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. Then the closing net assets and liability excluding goodwill translated into dollars using the exchange rate at 31st December 2008 X2. The same exchange rate was used to translate the loss for the period as well. സോ നെറ്റ് അസെറ്റ്സിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നെറ്റ് അസെറ്റ്സിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നെറ്റ് അസെറ്റ്സ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് നെറ്റ് അസെറ്റ്സ്, ദെൻ ഇൻ ബിറ്റ്വീൻ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആവും വരുന്നുണ്ടാവുക. ഇവിടെ ആക്ച്വലി ഇറ്റ്സ് എ ലോസ്. ദെൻ ക്ലോസിംഗ് നെറ്റ് അസെറ്റ്സ്. ഇങ്ങനെയാണ് ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് എന്താണോ നെറ്റ് അസെറ്റ്സ് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട എഗെയിൻ റേറ്റ് ഏതായിരിക്കണം, ഓപ്പണിംഗ് റേറ്റ്സിനെ കൺവേർട്ട് ചെയ്യേണ്ടത് അക്വസിഷൻ ഡേറ്റിലെ റേറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ്. അതിനുശേഷം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എനിക്ക് തോന്നുന്നു ലോസ് ഈ വർഷത്തെ ലോസ് എത്ര എന്ന് പറയുന്നുണ്ട്. അതിന്റെ പോസ്റ്റ് അക്വസിഷൻ മാത്രം നിങ്ങൾ എടുക്കുക, ഫ്രം അക്വസിഷൻ ടു റിപ്പോർട്ടിംഗ് ഡേറ്റ് വരെ. ഓക്കെ, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട എഗെയിൻ ലോസിനെ നമ്മൾ അവർ യൂസ് ചെയ്തേക്കുന്നത് ക്ലോസിംഗ് റേറ്റ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് ഒരു പി ആൻഡ് ലൈറ്റോ ആൻഡ് വി ഹാവ് ടു യൂസ് ആവറേജ് റേറ്റ് ദെയർ. ദെൻ ദ ഫൈനൽ അഗെയിൻ യൂസ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് ആസ് ഓൺ ദ റിപ്പോർട്ടിംഗ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് വരാം. ഒരു ഡിഫറൻസ് ഇൻ റേറ്റ് വരുന്നതുകൊണ്ട് there will be a translation gain or loss as a balancing figure here. But that amount will go to parent and NCA. കാരണം നെറ്റ് അസെറ്റ്സിൽ എന്ത് ചേഞ്ചസ് വന്നാലും അതിന്റെ ഈക്വൽ ഷെയർ NCAയിലേക്കും പേരന്റിലേക്കും പോകും ആ ഗെയിൻ ഓർ ലോസ്. അപ്പോൾ അവിടെ ഫെയർ വാല്യൂ മോഡൽ ആണോ അല്ലെങ്കിൽ പാർഷ്യൽ ഗുഡ്വിൽ അപ്രോച്ച് ആണോ നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? സോ ആസ് വി ഡിസ്കസ്ഡ് അവർ ആ ഇഷ്യൂസ് അതേപോലെയാണ് കറക്റ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഗുഡ്വിൽ അക്വസിഷൻ ആണ്, എല്ലാം എൻവയിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, എൻവൈന്ന് പിന്നെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുവാണ്. ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം വി ആർ കൺവേർട്ടിംഗ് ഇറ്റ് അറ്റ് എവറിത്തിങ് ഈസ് അക്വഷൻ റേറ്റിൽ എല്ലാം തന്നെ ഓപ്പണിംഗ് റേറ്റ് കൺവേർട്ട് ചെയ്യുന്നു. ഇമ്പയർമെന്റ് ലോസും ആവറേജ് റേറ്റ് യൂസ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഒരു കൈൻഡ് ഓഫ് ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടും. ക്ലോസിംഗ് ഗുഡ് വില്ലിനെ കൺവേർട്ട് ചെയ്തത് ക്ലോസിംഗ് റേറ്റിലാണ്. ഓക്കെ, ഇതാണ് ഞാൻ തന്നിരിക്കുന്ന ഫോർമാറ്റ്. അതിലേക്ക് ആ ഫിഗേഴ്സ് ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. ദെൻ ദ സെയിം വേ വി നീഡ് ടു
ഡു ദ ഡിഫറൻസ്. അപ്പോൾ ഇമ്പയർമെൻറ്റ് അവർ ഓൾറെഡി കൺവേർട്ട് ചെയ്തേക്കുന്നത് ക്ലോസിംഗ് റേറ്റിലാണ്, പക്ഷേ ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആവറേജ് റേറ്റ് ആണ്. സോ ആ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. സോ ദിർ ഇസ് എ ഡിഫറൻസ് ഓഫ് എക്സസ് 10. സോ അത് നമ്മൾ ലോസിലേക്ക് ആഡ് ചെയ്യുക. അവരിവിടെ 18 ആണ് എടുത്തത്. അപ്പോൾ ഡിവൈഡ് ബൈ 18 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് കുറയും. പക്ഷേ ആക്ച്വലി ഡിവൈഡ് ബൈ 15 ആണ് ചെയ്യേണ്ടത്, ബിക്കോസ് ദാറ്റ്സ് ആവറേജ് റേറ്റ്. അപ്പോൾ ഇമ്പയർമെന്റ് ലോസിനെ അവർ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്ത റേറ്റും ശരിക്കും യൂസ് ചെയ്യേണ്ട റേറ്റും തമ്മിലുള്ള എമൗണ്ട്സ് നോക്കുക, ഡിഫറൻസ് നോക്കുക. അപ്പോൾ 15 വെച്ച് കൺവേർട്ട് ചെയ്താണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ 16,000 ലോസ്. പക്ഷേ അവർ 18 വെച്ച് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഓൺലി 15,000 ലോസ് വരുന്നുള്ളൂ. സോ വി ഹാവ് ടു ചാർജ് ആൻ അഡീഷണൽ ലോസ് ഓഫ് 10,000. So that will reduce our resource. And that loss should get shared between parent and NC as well. Now, net assets അത് തന്നെയാണ്. ഓപ്പണിംഗ് നെറ്റ് അസറ്റ്സ് പ്ലസ് ലോസ് ഫോർ ദി ഇയർ ഈസ് 900 ഡയറക്ട്ലി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ആസ് യുവർ മൂവ്മെന്റ് ഇൻ നെറ്റ് അസറ്റ്സ്. അപ്പോൾ നെറ്റ് അസറ്റ്സ് കുറയുകയാണ് ചെയ്യുന്ന ഓപ്പണിംഗിൽ നിന്ന്. അതിനെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് ആവറേജ് റേറ്റ് ആണ്. സോ വി ഹാവ് ടു യൂസ് ദാറ്റ് ആവറേജ് റേറ്റ്. സോ ബാലൻസ് എമൗണ്ട് എന്താണോ ദാറ്റ് വിൽ അഗെയിൻ ഗോ ടു OCA. ക്ലിയർ ആണോ? ഇപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്ന് ചെയ്യുക കേട്ടോ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പോൾ ലാസ്റ്റ് വി ഹാവ് ഡിസ്കസ് സർട്ടൺ ക്വസ്റ്റ്യൻസ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ്. അപ്പോൾ അത് കൂടാതെ ഞാൻ ഡിസ്കസ് ചെയ്ത ചില ടോപ്പിക്സ് ഐ ഹോപ്പ് യു റിമെമ്പർ. സോ ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമ്മൾ പ്രീവിയസ് മാരത്തോൺ സെക്ഷൻസിൽ ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് ഷെയർ ഇറ്റ്. ആൻഡ് ദിസ് ഈസ് സം 2 ക്വസ്റ്റ്യൻസ് വിച്ച് ഐ ഹാവ് നോട്ട് ഡൺ ദ പ്രീവിയസ് മാരത്തോൺ സെക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇത് കൂടാതെ സ്റ്റാൻഡേർഡ്സിനെയും ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ മെയിൻലി IFRS 18 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. IFRS 18 കൂടാതെ നിങ്ങൾ ഇത്തൂടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് S1 ആൻഡ് S2 ഒന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് പുതിയ സ്റ്റാൻഡേർഡ് IFRS S1 ആൻഡ് S2 ജസ്റ്റ് എന്തായാലും ഗോ ത്രൂ ചെയ്തിരിക്കുക. ദെൻ കറണ്ട് ഇഷ്യൂസിൽ തന്നെ ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചസ് ആസ് വെൽ ആസ് പാൻഡമിക് അത് റിലേറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് യു ലുക്ക് ഇൻ ടു, എനിക്ക് തോന്നുന്നു നമ്മുടെ റിവിഷൻ കിറ്റിലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് റിവേഴ്സ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ പിക്ചർ ഓൺ ദിസ് വൺ. അപ്പോൾ സസ്റ്റൈനബിൾ റിപ്പോർട്ടിംഗ്, കറണ്ട് ഇഷ്യൂസ്, ഗ്രൂപ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ മേജർ സ്റ്റാൻഡേർഡ്സും ഞാൻ എന്തൊക്കെയായിരിക്കും റിപ്പീറ്റഡ്ലി വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. ദെൻ ഇഫ് യു ഹാവ് എനി അഡീഷണൽ ഡൗട്ട്സ് ജസ്റ്റ് ലെറ്റ് മീ നോ അപ്പാർട്ട് ഫ്രം ഗ്രൂപ്പ്സ്. നോർമലി IAS 12ന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമല്ലോ. സോ വെനെവർ ദർ ഇസ് എ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് അതായിരിക്കും മെയിൻലി ടാക്സിന് ഇമ്പാക്ട് വരുന്നത്. ബിക്കോസ് ദിസ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്തായിരിക്കും, നമ്മുടെ കൺസൾട്ടേറ്റഡ് ബുക്സിൽ ഈ വാല്യൂ കൂടും, പക്ഷേ ടാക്സ് ബുക്സിൽ ഈ വാല്യൂ കൂടത്തുണ്ടാവില്ല. ബിക്കോസ് ഇറ്റ്സ് എ കൺസൾട്ടേറ്റഡ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഞാൻ ഇപ്പോൾ ലാൻഡ് എടുത്തു. ലാൻഡിന്റെ ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് 10 വന്നു. So automatically this increase in the value of land has happened in your consolidated FS but not in the tax books. So what will happen there? Asset in the value കൂടും compared to tax base. So this will lead to temporary tax differences. അല്ലേ? അപ്പോൾ ഈ 10ന്റെ മുകളിൽ നിങ്ങൾ ഡിഫേർഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ സിൻസ് അസറ്റിന്റെ കേസ് നമുക്ക് എപ്പോഴും അറിയാം, ഇഫ് ക്യാരിങ് വാല്യൂ ഇസ് ഹയർ ദാൻ ടാക്സ് ബേസ് എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഡിഫറൻസ് വിൽ ബി ടാക്സബിൾ. അപ്പോൾ 10ന്റെ മുകളിൽ ഇപ്പം ടാക്സിന് ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ടാക്സ് ഇപ്പോൾ 30% ആണ്. ദെൻ ദർ ഇസ് എ ഡിഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ഓൺ ദാറ്റ്, ജസ്റ്റ് 10 into 30%. സോ ആ 3 അത് ഡിഫേർഡ് ടാക്സ് ഇമ്പാക്ട് ആയിരിക്കും. സോ അത് ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ നെറ്റ് അസറ്റ്സിൽ നിന്ന് അതിനെ കുറയ്ക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് അസറ്റ്സിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ നെറ്റ് അസറ്റ്സിൽ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റോടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ടാവും. ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റേണിങ്സ് എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സിൻ്റെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. സോ വെനെവർ ഇഫ് ദേ ആസ്ക് ടു കൺസിഡർ ദ ഇമ്പാക്ട് ഓഫ് ടാക്സ് ആസ് വെൽ, അവിടെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റിന് മുകളിൽ ഡിഫേർഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. മോസ്റ്റ്ലി ഇഫ് ദ അസറ്റ്സിന്റെ വാല്യൂ ഒക്കെ കൂടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു എ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മുടെ നെറ്റ് അസറ്റ്സിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, യെസ്. സോ ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ എനിക്ക് തോന്നുന്നില്ല ലാസ്റ്റ് പ്രീവിയസ് സെറ്റിംഗ്സിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മെയിൻലി IFRS 2 IAS 40 ലീസ് ആണ്. ഓക്കെ, IFRS 2 ഒന്ന് പ്രീവിയസ് പേപ്പേഴ്സിലുള്ളതാണ് IFRS 2.
IAS 40 ഉണ്ട്, ലീസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഏരിയ ഞാൻ ആക്ച്വലി 2 ഡേയ്സിൽ ഡിസ്കസ് ചെയ്തില്ല. ബട്ട് അഗെയിൻ നമ്മുടെ പ്രീവിയസ് പാറ്റ് നോട്ട് സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് ഷെയർ ഇറ്റ് ആസ് വെൽ. അപ്പോൾ IFRS 2, IAS 40 ആൻഡ് ലീസ്, അപ്പാർട്ട് ഫ്രം വാട്ട് വി ഡിസ്കസ് ഇൻ ദി ലാസ്റ്റ് 2 ഡേയ്സ്, ഈ രണ്ട് മൂന്ന് ഏരിയാസ് ഒന്ന് നോക്കിക്കോ കേട്ടോ. IFRS 2 ഈ ഷെയർ ബേസ് പേയ്മെന്റ്, അതിന്റെ ബേസിക് നോളജ് ഉണ്ടായിരിക്കുക. 2 ടൈപ്പ് ഷെയർ ബേസ് പേയ്മെന്റ് ആണുള്ളത്, ഇക്വിറ്റി സെറ്റിൽഡ് ആൻഡ് ക്യാഷ് സെറ്റിൽഡ് ഉണ്ട്. IAS 40 is again investment property. Lease, it's a very important standard, IFRS 16. ഓക്കെ. ദെൻ IFRS 18 നിങ്ങൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, IFRS 18 ഇത്രൂടെ നോക്കുന്നുണ്ടാവുക ഈ വന്ന ചേഞ്ചസ് അതിന്റെ യൂസ്ഫുൾനെസ് ടു ഇൻവെസ്റ്റേഴ്സ് എന്തായിരിക്കും എന്നുള്ള ആംഗിളിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. സെയിം വേ സസ്റ്റൈനബിലിറ്റി അത് തന്നെ ആയിരിക്കും, യൂസ്ഫുൾനെസ് ടു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളൊരു മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. So you can expect sustainability related question as well as IFRS 18 related question, more from the perspective of how it will be useful for that investors. അവർ ആ ആംഗിളിലായിരിക്കും അവർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അല്ല, യു ഡോണ്ട് നീഡ് ടു പ്രിപ്പയർ എ സെറ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഓർ IFRS 18 പ്രകാരം FS പ്രിപ്പയർ ചെയ്യാനൊന്നും പറയത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വിൽ ആസ്ക് യു ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ്ഫുൾനെസ് ടു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ IFRS 18 വെച്ചിട്ട് വാട്ട് ആർ ദ തിങ്സ് വിച്ച് ദ കമ്പനി ഡസ് നോട്ട് ഫോളോഡ് ആസ് പെർ IFRS 15. അപ്പോൾ അങ്ങനെ കുറേ ഇറേഴ്സ് വരും. എന്നിട്ട് ആ യൂസ്ഫുൾനെസ് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സോ ദിസ് ആർ സം ഓഫ് ദ റീസെന്റ് ക്വസ്റ്റ്യൻസ് വി ഹാവ് ഗോട്ട് ഫ്രം IFRS 18. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് we have covered. Then you can just roughly go through IFRS 13. Like fair value is something they can test in every ഏരിയ. അപ്പോൾ ഫെയർ വാല്യൂ ഒന്ന് നോക്കിയിരിക്കുക. IFRS 13 ഫെയർ വാല്യൂ ആ ഒരു സ്റ്റാൻഡേർഡും കൂടെ ഒന്ന് പിച്ച് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ.